നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അബഹയ്ക്ക് സമീപം ചുരത്തിൽ മറിഞ്ഞ തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരിൽ 2 ഇന്ത്യക്കാരുമുണ്ടെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മുഹമ്മദ് ബില്ലാൽ, റാസ ഖാൻ എന്നീ ഇന്ത്യൻ പൗരന്മാരാണ് പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ ഉള്ളത്. 2 ആശുപത്രികളിലായി കഴിയുന്ന ഇവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. എന്നാൽ ഇവർ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണെന്ന് വ്യക്തമായിട്ടുമില്ല. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 21 ഉയർന്നു. 26 പേരാണ് പരിക്കുകളോടെ ചികിത്സയിൽ ഉള്ളത്. ജിദ്ദ റൂട്ടിൽ അബ്രഹയ്ക്കും മഹായിലും ഇടയിൽ ഷഹാർ അൽറാമത്ത് എന്ന ചുരത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ബസ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് റോഡിന്റെ കൈവരി തകർത്ത് കുഴിയിലേക്ക് മറിഞ്ഞ് തീപിടിച്ച് കത്തിയമരുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. അബഹയിൽ ഏഷ്യക്കാർ നടത്തുന്ന ബർക്ക എന്ന ഉംറ ഏജൻസിക്ക് കീഴിൽ തീർത്ഥാടനത്തിന് പുറപ്പെട്ടവരാണ് ബസ്സിലുണ്ടായത്. യാത്രക്കാരായി ആകെ ഉണ്ടായിരുന്നത് 47 പേരായിരുന്നു. 2 ഇന്ത്യക്കാരും 5 യമനികളും 2 സുഡാൻ പൗരന്മാരും ഓരോ ഈജിപ്ഷ്യൻ പാകിസ്ഥാൻ പൗരന്മാരും ഒഴികെ ബാക്കി എല്ലാവരും ബംഗ്ലാദേശികളാണ്. പരിക്കേറ്റവർ മഹായിൽ ജനറൽ ആശുപത്രിയിലും അബഹയിലെ അസീർ ആശുപത്രിയിലും അബഹ പ്രൈവറ്റ് ആശുപത്രിയിലും സൗദി ജർമ്മൻ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും നൽകണമെന്ന് തന്നെയാണ് സൗദി ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന അതിദാരുണമായ സംഭവം അരങ്ങേറിയത്. ഇതിനു മുൻപും പല രീതിയിൽ തലനാടിലേക്ക് അപകടം ഉംറ യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ജീവൻ നഷ്ടമായ വാർത്തകളും ഉണ്ടായിരുന്നു. അതേസമയം തലനാടിലേക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ വാർത്തയും നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറ് അതിലെ അമ്മയും 2 കുഞ്ഞുങ്ങളും പെട്ടെന്ന് മരണമടഞ്ഞ വാർത്ത, അപകടത്തെ തുടർന്ന് മടഞ്ഞ വാർത്ത നമ്മൾ കേട്ടത്. വീണ്ടും ഇതാ പ്രവാസ ലോകം ഒന്നടങ്കം വിഷമത്തിലാക്കിക്കൊണ്ടുള്ള വാർത്തയാണ് ഈ വരുന്നത്. നിയന്ത്രണം വിട്ട ബസ് റോഡിന്റെ കൈവരി തകർത്ത് കുഴിയിലേക്ക് മറിഞ്ഞ് തീപിടിച്ച് കത്തി അമരുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. അബഹയിൽ ഏഷ്യക്കാർ നടത്തുന്ന ബർക്ക എന്ന ഉംറ ഏജൻസി കീഴിൽ തീർത്ഥാടനത്തിന് പുറപ്പെട്ടവരാണ് ബസ്സിലുണ്ടായിരുന്നവർ എല്ലാപേരും.